സിസ്റ്റർ ലൂസിയുടെ വീടാണ്. സിസ്റ്റർ ലൂസി താമസിച്ചുകൊണ്ടിരുന്ന വീട്. ഇത് സിസ്റ്റർ ലൂസിയുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂസിയുടെ പേരൻസ് താമസിച്ചുകൊണ്ടിരുന്ന റൂമാണ്. ലൂസിയ വാസ് ബോൺ. സെയിൻറ്റ് ലൂസി താമസിച്ചിരുന്ന വീട്. ലൂസിയും ലൂസിയുടെ സിസ്റ്ററും. ലൂസി സെൻ്റ് ആയിട്ടില്ല. മാതാവ് പ്രത്യക്ഷപ്പെട്ട In the room where I slept, there was a stone sink where pure olive oil was stored. സെയിൻറ്റ് ലൂസിയയുടെ സിസ്റ്റർമാർ താമസിച്ചിരുന്ന സ്ഥലം. ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് സ്ഥലം അല്ലേ? ഒരു സെപ്പറേറ്റ് താങ്ക്സ്ഗിവിംഗ് ഇൻ കിച്ചൺ. ഓ, കിച്ചണാണ് കിച്ചൺ. ഇതാണെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്ന് കിടക്കുന്ന റൂമാണ്. ഗസ്റ്റ് റൂം. ഇത് നമ്മൾ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലം. ഒലിവ് ഓയിലും ബീറ്റും ബീൻസും ഒക്കെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇതുണ്ട്. മറ്റേ നൂലും മെഷീനും സ്റ്റിച്ചിങ്. അത് ഓവൻ ഹൗസ്. ഇതെന്തെങ്കിലും ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും. ഇത് ഓവൻ ഹൗസ് അവരുടെ തന്നെ ആയിരിക്കും. ഇത് മഡല്ല, നമ്മുടെ പോലത്തെ മട്ടല്ല. ഇത് 3 പേർക്കും മാലാഖ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. നമ്മൾ കണ്ടത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. ഇവിടെ മാലാഖ ഇവിടെ പറഞ്ഞു. ഇത്രേ ഉള്ളൂ. നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് ഇറ്റാലിയൻ എയർവേസിലേക്ക് കയറാൻ പോവാണ്. ഡൽഹിക്കുള്ള യാത്ര. ഡൽഹി ചെല്ലുന്ന വരെ നമ്മുടെ ഫോണൊന്നും വർക്ക് ചെയ്യല. അതുകൊണ്ട് ഇതാണ് എയർവേസ്. ഇറ്റാലിയൻ എയർവേസ്. ഓക്കെ. കേരളത്തിലേക്കുള്ള ഫ്ലൈറ്റ് ബത്തേരിക്കുള്ള ഫ്ലൈറ്റും കയറിയിട്ട് വേണം. ഇപ്പം 4:55 നമ്മുടെ സമയം 4:30 8:15 നമ്മുടെ യാത്രകളെല്ലാം അവസാനിച്ചു. എല്ലാവർക്കും ഞങ്ങളങ്ങനെ ഇവിടെ ഇറങ്ങി ഡൽഹി എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഉണ്ട്. ബാഗ് എടുക്കണം. പിന്നെ കൊച്ചിയിൽ വന്നിറങ്ങി ചേർന്ന സിസ്റ്ററും ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് ഞാൻ ഇപ്പോൾ വരില്ല വണ്ടി ഒന്നും വിചാരിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യും. ഇതാ തിരിച്ചെത്തി മലയാലയത്തിൽ. ഞങ്ങൾ കുർബാന വേണ്ടതുകൊണ്ട് തിരിച്ച് എയർപോർട്ടിൽ നിന്ന് വന്ന വഴി തോട്ടക്കാട്ട് പള്ളി കയറി വിശുദ്ധ കുർബാന കണ്ടു. അത് കഴിഞ്ഞിപ്പോൾ വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. കപ്പ 10 മണി, ചിക്കൻ കറി, കാന്താരി മുളക് 10. അപ്പം നമ്മുടെ ബ്ലോഗെല്ലാം ഈ യാത്രാ ബ്ലോഗുകളൊക്കെ അവസാനിച്ചു.
സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.